സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൗത്ത് കേരളയിലും നോർത്ത് കേരളയിലും ഉണ്ടാക്കുന്ന കൂട്ടുകറി ഉണ്ടാക്കാം. ആദ്യം സൗത്ത് കേരള സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 1 കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി വെച്ചത്, 1 കപ്പ് കുമ്പളങ്ങ, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് പച്ചക്കായ, 1 കപ്പ് ചേന, 1/2 കപ്പ് ഗ്രീൻ പീസ്. ഇവയെല്ലാം കുക്കറിലേക്കിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല. 6 ചുവന്ന മുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം ഇവയൊന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കാം. 1/2 ടീസ്പൂൺ ഗീ ഇട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇതൊന്ന് ചെറുതായി പൊട്ടി തുടങ്ങുമ്പോൾ മാറ്റിവെച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിയണം എന്നില്ല. ഇനി അരമുറി തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കാം. 1/2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുത്താണ് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച് പൊടിച്ചെടുത്ത മുളകിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം വറുത്ത് വെച്ച തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് തിരിച്ച ശേഷം ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് തിരിക്കാതെയും ഇടാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിലിട്ടതുപോലെ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് കറി വറുത്തിടാം. പാനിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ ഗീയും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്തിട്ടാൽ കറിയിൽ കടിക്കാൻ വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഇടണമെന്നില്ല. ശരിക്കും ഇതൊന്ന് കടിക്കുന്നത് നല്ല സ്വാദ് തന്നെയാണ്, പക്ഷേ ചിലർക്ക് ഇഷ്ടമാവില്ല.
ഇനി ഒരു നുള്ളി ജീരകവും രണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് അധികവും സൗത്ത് കേരളയിൽ ഉണ്ടാക്കുന്ന കൂട്ടുകറിയാണ്. ഇതിലേക്ക് 2 നുള്ളി കായപ്പൊടി കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിനു ശേഷം നോർത്ത് കേരള സ്റ്റൈൽ കൂട്ടുകറിയാണ് ഇട്ടത്. രണ്ടിനും 2 തരം സ്വാദാണ്. കൂട്ടുകറി മാത്രമായാലും ചോറ് കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കൂട്ടുകറി ഉണ്ടാക്കാം. ഇത് സാധാരണ ഉണ്ടാക്കുന്നത് നോർത്ത് കേരളയിലാണ്. കണ്ണൂരിലുള്ളവരുടെ പ്രിയപ്പെട്ട കൂട്ടുകറിയാണ് ഇത്. ഇതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ്. 1 കപ്പ് കടല കുതിർത്തിയതും 1 പച്ചക്കായും 1 കഷ്ണം ചേനയും ചെറുതാക്കി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളമൊഴിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1 നുള്ളി ജീരകവും 5-6 വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കറി വറുത്തിടാൻ വേണ്ടിയാണ്. അത് മാറ്റി വയ്ക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലുള്ള വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിന് തേങ്ങ വറുക്കുകയൊന്നും വേണ്ടാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വെള്ളം വറ്റിയ ശേഷം ഒതുക്കിയ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. പാൻ വെച്ച്
പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റിവെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുന്നത് വരെ വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇത് അരികിലേക്ക് മാറ്റി ഇതിലേക്ക് 2 നുള്ളി കടുകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇളക്കിയ ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വ്യത്യസ്ത രുചിയിലുള്ള 2 കൂട്ടുകറിയും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വറുത്ത കൂട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.